കുളക്കരയിലെത്തിയ സേതു തൻ്റെ കയ്യിലെ കണ്ണാടിയിലേക്ക് പേടിയോടെ നോക്കി. അതിലെ വിള്ളൽ വലുതായിക്കൊണ്ടിരുന്നു. കറുത്ത പുക ഇപ്പോൾ അവൻ്റെ കൈവിരലുകളിൽ പടരാൻ തുടങ്ങിയിട്ടുണ്ട്. മാമ, ഇത് നിൽക്കുന്നില്ല, കണ്ണാടി കറുത്തു പോകുന്നു, സേതു വിളിച്ചു പറഞ്ഞു. കൈപ്പത്തി വേലു കണ്ണാടിയിലേക്ക് നോക്കി. അയാളുടെ മുഖത്ത് വലിയൊരു ഭയം തെളിഞ്ഞു. മുത്തശ്ശി അവസാനത്തെ ചതി പ്രയോഗിച്ചിരിക്കുന്നു. അവളുടെ ആത്മാവ് ഉരുകുന്നതിന് മുൻപ് തൻ്റെ ശക്തിയുടെ ഒരു ഭാഗം ഈ കണ്ണാടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. നീലക്കൊടുവേലിയുടെ വെളിച്ചം ഈ കണ്ണാടിയിലൂടെ പുറത്തേക്ക് വന്നപ്പോൾ ആ വെളിച്ചത്തിനൊപ്പം അവളുടെ ഇരുട്ടും പുറത്തെത്തി. പെട്ടെന്ന് ഗ്രാമത്തിന് മുകളിൽ പടർന്ന് പന്തലിച്ചു നിന്ന ആ നീല വെളിച്ചത്തിൻ്റെ മേലാപ്പിൽ കറുത്ത പാടുകൾ വീഴാൻ തുടങ്ങി. നീലപ്രകാശം പതുക്കെ ഒരു ചതഞ്ഞ ചുവപ്പായി മാറി. ആ ചുവന്ന വെളിച്ചത്തിൽ പന്തങ്ങളുമായി നിന്ന ഗ്രാമവാസികളുടെ രൂപങ്ങൾ പേടിപ്പെടുത്തുന്നതായി മാറി. അവരുടെ നിഴലുകൾ നിലത്തുനിന്ന് എഴുന്നേറ്റ് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ തുടങ്ങി. ഓടിക്കോ! സേതുവും ഉണ്ണിയും ഗ്രാമത്തിലേക്ക് പാഞ്ഞു. പക്ഷേ അവർ ചെന്നെത്തിയത് ഒരു പുതിയ ലോകത്തിലേക്കായിരുന്നു. അവരുടെ ഗ്രാമം 90കളിലെ ആ പഴയ ഗ്രാമമായിരുന്നില്ല. മറിച്ച് കരിഞ്ഞ മരങ്ങളും തകർന്ന വീടുകളും രക്തനിറത്തിലുള്ള നദികളും നിറഞ്ഞ ഒരു ഭയാനക ഭൂമിയായി അത് മാറിയിരുന്നു. മുത്തശ്ശിയുടെ ആത്മാവ് ഗ്രാമത്തെ മുഴുവൻ തൻ്റെ മായയ്ക്കുള്ളിലാക്കി മാറ്റിക്കഴിഞ്ഞിരുന്നു. സേതുവിൻ്റെയും ഉണ്ണിയുടെയും മുന്നിൽ അവരുടെ അമ്മമാരും അച്ഛന്മാരും പേടിയോടെ നിൽക്കുന്നത് അവർ കണ്ടു. പക്ഷേ അവർക്കവരെ തൊടാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ല. അവർക്കും സേതുവിനുമിടയിൽ ഒരു അദൃശ്യമായ ഗ്ലാസ് മതിൽ പോലെ എന്തോ ഒന്ന് തടഞ്ഞു നിന്നു. ഇത് നിങ്ങളുടെ ഗ്രാമമല്ല കുട്ടികളെ. മുത്തശ്ശിയുടെ ശബ്ദം ഇപ്പോൾ കാടുകളിൽ നിന്ന് എല്ലാ ദിശകളിൽ നിന്നും ഒരേ സമയം കേട്ടു. ഇത് എൻ്റെ ലോകമാണ്. നീലക്കൊടുവേലി ഇനി ഇവിടെ വെളിച്ചം നൽകില്ല, മറിച്ച് എൻ്റെ ഇരുട്ടിന് കരുത്ത് നൽകും. കണ്ണാടിയിലെ വിള്ളലിൽ നിന്ന് ഒരു കറുത്ത നാഗം പുറത്തു വന്നു. അത് സേതുവിൻ്റെ കൈത്തണ്ടയിൽ ചുറ്റി. സേതുവിൻ്റെ ശരീരം മുഴുവൻ തണുത്തുറഞ്ഞു. അവൻ്റെ കയ്യിൽ നിന്ന് നീലക്കൊടുവേലിയുടെ ആ വിത്ത് താഴെ വീണു. നമുക്കിനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, വേലുവിൻ്റെ ശബ്ദം കേട്ടു. സേതു, ആ വിത്ത് അത് നീ നിന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. നിന്റെ ഉള്ളിലെ ഓർമ്മകളും സ്നേഹവും ധൈര്യവും എല്ലാം ആ വിത്തിലേക്ക് പകരണം. നിന്റെ ആത്മാവിനെ തന്നെ നീ അതിന് നൽകണം. കണ്ണാടിയിൽ നിന്ന് പുറത്തു വന്ന കറുത്ത നാഗം സേതുവിൻ്റെ കൈകളിൽ കൂടുതൽ മുറുകെ ചുറ്റി. അതിൻ്റെ തണുപ്പ് അവൻ്റെ ഹൃദയത്തിലേക്ക് അരിച്ചു കയറാൻ തുടങ്ങി. കണ്ണുകൾ പതുക്കെ ഇരുണ്ടു വന്നെങ്കിലും അവൻ തൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ നീലക്കൊടുവേലിയുടെ ആ അവസാന വിത്തിനെ നോക്കി കൈനീട്ടി. സേതു, അരുത്, അത് നിന്റെ ജീവൻ എടുക്കും. ഉണ്ണി കരഞ്ഞുകൊണ്ട് സേതുവിനെ പിടിച്ചു മാറ്റാൻ നോക്കി. പക്ഷേ ഉണ്ണിയെ ഒരു കറുത്ത നിഴൽക്കൈ വന്ന് ദൂരേക്ക് തെറിപ്പിച്ചു. വേലു തൻ്റെ അവസാന ശക്തിയും ഉപയോഗിച്ച് ആ നിഴലുകളോട് പോരാടുകയായിരുന്നു. സേതു വലിഞ്ഞു നീങ്ങി ആ തിളങ്ങുന്ന വിത്ത് തൻ്റെ കയ്യിലെടുത്തു. എന്നിട്ട് വേലു പറഞ്ഞതുപോലെ അവൻ ആ വിത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കണ്ണുകൾ അടച്ചു. അവൻ്റെ മനസ്സിലൂടെ അവൻ്റെ ജീവിതത്തിലെ 14 വർഷത്തെ മുഴുവൻ ഓർമ്മകളും കടന്നുപോയി. അമ്മയുടെ താരാട്ടുപാട്ട്, അച്ഛൻ്റെ തോളിലേറി നടന്ന ഉത്സവപ്പറമ്പുകൾ, ഉണ്ണിയുമൊത്ത് ഈ കാട്ടിൽ കളിച്ചു നടന്ന വൈകുന്നേരങ്ങൾ എല്ലാം അവൻ ആ വിത്തിലേക്ക് ഒഴുക്കിവിട്ടു. തൻ്റെ പ്രാണന്റെ ഒരു ഭാഗം തന്നെ അവൻ ആ ചെടിക്കായി നൽകുകയായിരുന്നു. ആ നിമിഷം സേതുവിൻ്റെ നെഞ്ചിൽ നിന്ന് ആ അമാനുഷികമായ നീല വെളിച്ചം പുറത്തേക്ക് പൊട്ടിത്തെറിച്ചു. അവൻ്റെ കയ്യിൽ ചുറ്റിയിരുന്ന കറുത്ത നാഗം ആ വെളിച്ചത്തിൽ കരിഞ്ഞ് ചാരമായി. ഇല്ല, ഇത് അസാധ്യമാണ്. കാടുകളെ നടുക്കിക്കൊണ്ട് മുത്തശ്ശിയുടെ നിലവിളി വീണ്ടും ഉയർന്നു. സേതുവിൻ്റെ നെഞ്ചിൽ നിന്ന് പടർന്ന ആ വെളിച്ചം ഗ്രാമത്തെ മൂടിയ ചുവന്ന മായയെ ഒന്നിനു പുറകെ ഒന്നായി തകർക്കാൻ തുടങ്ങി. ആ അദൃശ്യമായ ഗ്ലാസ് മതിൽ തരിപ്പണമായി. കരിഞ്ഞുണങ്ങിയ മരങ്ങൾ വീണ്ടും പച്ചപ്പണിഞ്ഞു. രക്തനദി മാറി തെളിഞ്ഞ വെള്ളമൊഴുകുന്ന തോടുകളായി. പക്ഷേ ആ വെളിച്ചം പുറത്തു പോകുന്തോറും സേതുവിൻ്റെ ശരീരം കൂടുതൽ വിളറി വെളുത്തു വന്നു. അവൻ്റെ ശ്വാസത്തിൻ്റെ വേഗത കുറഞ്ഞു. അവൻ പതുക്കെ മണ്ണിലേക്ക് ചരിഞ്ഞു വീണു. സേതു! ഉണ്ണി ഓടിയെത്തി അവൻ്റെ തല തൻ്റെ മടിയിൽ വെച്ചു.
സേതുവിൻ്റെ കൈകളിൽ ഇപ്പോൾ ആ വിത്തില്ലായിരുന്നു. പകരം അവൻ കിടന്ന മണ്ണിൽ നിന്ന് അതിവേഗം ഒരു പുതിയ നീലക്കൊടുവേലി ചെടി വളർന്നു പന്തലിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇതളുകൾ വിരിയും തോറും ഗ്രാമത്തിലെ ഇരുട്ട് പൂർണ്ണമായും ഇല്ലാതായി. യഥാർത്ഥമായ പുലർക്കാല വെളിച്ചം ഗ്രാമത്തിൽ വീഴാൻ തുടങ്ങി. മുത്തശ്ശിയുടെ കറുത്ത രൂപം ആ വെളിച്ചത്തിൽ എന്നേക്കുമായി അലിഞ്ഞുപോയി. ഗ്രാമവാസികൾ എല്ലാവരും ഓടി കുളക്കരയിലേക്കെത്തി. സേതുവിൻ്റെ അമ്മയും അച്ഛനും കരഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. വേലു പതുക്കെ ആ ചെടിയുടെ അടുത്തേക്ക് നടന്നു. അവൻ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി. പക്ഷേ വേലുവിൻ്റെ വാക്കുകൾ പൂർണ്ണമായില്ല. നീലക്കൊടുവേലി ഇപ്പോൾ പൂർണ്ണമായി വിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ നടുവിൽ ഒരു നീലരത്നം പോലെ എന്തോ ഒന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു. അത് സേതുവിൻ്റെ ജീവന്റെ പ്രകാശമായിരുന്നു. രാവിലത്തെ ഇളം വെയിൽ ആ കാട്ടിലും കുളക്കരയിലും വന്നു വീണു. മുത്തശ്ശിയുടെ 30 വർഷത്തെ കറുത്ത ശാപം ഗ്രാമത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞുപോയിരുന്നു. പക്ഷേ കുളക്കരയിൽ ഒരൊറ്റ കരച്ചിൽ മാത്രം ബാക്കിയുണ്ടായിരുന്നു. അത് സേതുവിൻ്റെ അമ്മയുടെ നിലവിളിയായിരുന്നു. ചലനമില്ലാതെ കിടക്കുന്ന മകൻ്റെ നെഞ്ചിലേക്ക് വീണ് അവർ അലറിക്കരഞ്ഞു. ഉണ്ണി തൻ്റെ കൂട്ടുകാരൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. സേതു, എഴുന്നേൽക്ക്, നമ്മൾ ജയിച്ചടാ, നോക്ക്, വെളിച്ചം വന്നത്. ഉണ്ണിയുടെ കണ്ണീർ സേതുവിൻ്റെ തണുത്ത കൈപ്പത്തിയിലേക്ക് വീണു. അപ്പോഴാണ് ആ അത്ഭുതം സംഭവിച്ചത്. സേതുവിൻ്റെ പ്രാണൻ നൽകി വളർത്തിയ ആ പൂർണ്ണമായി വിരിഞ്ഞ നീലക്കൊടുവേലിപ്പൂവിൻ്റെ നടുവിലെ നീലരത്നത്തിൽ നിന്ന് ഒരു ചെറിയ വെളിച്ചപ്പൊട്ട് വായുവിൽ ഉയർന്നു വന്നു. അത് പതുക്കെ വന്ന് സേതുവിൻ്റെ നെറ്റിയിൽ സ്പർശിച്ചു. പെട്ടെന്ന് സേതു വലിയൊരു ശ്വാസത്തോടെ കണ്ണുകൾ തുറന്നു. അവൻ്റെ ശരീരത്തിലെ വിളർച്ച മാറി പഴയ ചോരയോട്ടം തിരിച്ചു വന്നു. സേതു! ഉണ്ണി അവനെ കെട്ടിപ്പിടിച്ചുറക്കെ കരഞ്ഞു. അമ്മയും അച്ഛനും അവനെ നെഞ്ചോട് ചേർത്തു. അവൻ പതുക്കെ എഴുന്നേറ്റിരുന്നു. അവൻ നോക്കുമ്പോൾ നീലക്കൊടുവേലി ചെടി ഇപ്പോൾ സാധാരണ ഒരു കാട്ടുചെടി പോലെ മാറിക്കഴിഞ്ഞിരുന്നു. അതിൻ്റെ മാന്ത്രിക വെളിച്ചമെല്ലാം നിലത്തുണ്ടായിരുന്ന മണ്ണിലേക്കും ഗ്രാമത്തിലെ വായുവിലേക്കും ആഴ്ന്നിറങ്ങിയിരുന്നു. ആ ചെടി ഇനി ആർക്കും ഒരു ദോഷവും വരുത്തില്ലെന്ന് ഉറപ്പായി. സേതു പതുക്കെ ചുറ്റും നോക്കി. എന്നാൽ അവിടെ കൈപ്പത്തിവേലും ഉണ്ടായിരുന്നില്ല. അയാളുടെ ആ പഴയ കരിഞ്ഞുച്ചിവടിയും കുടയും മാത്രമാണ് ആ തറയിൽ ബാക്കിയുണ്ടായിരുന്നത്. വേലുമാമ എവിടെ? സേതു ചോദിച്ചു. അപ്പോഴാണ് കാടിൻ്റെ ഉള്ളിൽ നിന്ന് ആ ചെമ്പോത്ത് അവസാനമായി ഒന്നുകൂടി കരഞ്ഞത്. ഇത്തവണ അത് വളരെ ശാന്തമായ ഒരു കരച്ചിലായിരുന്നു. ആ ചെമ്പോത്ത് പതുക്കെ ആകാശത്തേക്ക് പറന്നുയർന്നു. വേലു ഒരു മനുഷ്യനായിരുന്നില്ല, മറിച്ച് ഈ കൊടുവേലിയെയും കാടിനെയും കാക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു കാവൽ രൂപമായിരുന്നു എന്ന് സേതുവിനും ഉണ്ണിക്കും മനസ്സിലായി. അയാളുടെ ദൗത്യം കഴിഞ്ഞതോടെ അയാൾ തൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മടങ്ങി. കാലം കടന്നുപോയി. സേതുവും ഉണ്ണിയും വലിയ മുതിർന്ന ആളുകളായി മാറി. ഗ്രാമത്തിലെ ആ പഴയ മനയും കാവും ഒക്കെ ഇപ്പോഴും അവിടെയുണ്ട്. പക്ഷേ അവിടെ ഇപ്പോൾ കറുത്ത നിഴലുകളോ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളോ ഇല്ല. പകരം ആ കാവിൽ എപ്പോഴും ഒരു പ്രത്യേക സുഗന്ധം പടർന്നു നിൽക്കാറുണ്ട്. നീലക്കൊടുവേലിയുടെ സുഗന്ധം. ഗ്രാമത്തിലെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് സേതുവും ഉണ്ണിയും ഇന്നും ആ പഴയ രാത്രിയുടെ കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. ധൈര്യവും ശുദ്ധമായ ഓർമ്മകളുമുണ്ടെങ്കിൽ ഏതു വലിയ ഇരുട്ടിനെയും തോൽപ്പിക്കാൻ മനുഷ്യന് കഴിയുമെന്ന ഓർമ്മപ്പെടുത്തലോടെ.